വിസിറ്റ് ചെയ്തു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഫോറിനറെയാണ്. ആ ചേച്ചി നന്നായിട്ട് പിയാനോ വായിക്കും, പാട്ട് പാടും. ഞങ്ങൾ വല്ലാതെ പാട്ടുകളൊക്കെ പാടി ആഘോഷിച്ചു. ആ സമയത്ത് ബാബു ആന്റണി ചേട്ടൻ അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നു. അപ്പം എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ബാബു ആന്റണി പാട്ട് പാടും. എനിക്കറിയാവുന്ന ബാബു ആന്റണി ഇടിക്കുന്ന ആളാണ്, ഒറ്റ ചവിട്ടിന് 10 പേരെയൊക്കെ തെറിപ്പിക്കുന്ന ആളാണ്. ഈ ബാബു ആന്റണി വളരെ നൈർമല്യത്തോടു കൂടി പാട്ട് പാടുന്നു. പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറഞ്ഞ പാട്ട് ഇദ്ദേഹം മനോഹരമായിട്ട് പാടുക. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ബാബു ചേട്ടാ, ഈ പാട്ട് മര്യാദയ്ക്ക് പോലും പാടാൻ അറിയാത്ത എത്രയോ പേര് ഇപ്പം സിനിമയിൽ പാടുന്നുണ്ട്, താരങ്ങൾക്ക് പാടാൻ സാധിക്കും. അപ്പം ചേട്ടൻ ഇതുവരെ ഒരു 100-100ഓളം സിനിമകളിൽ അഭിനയിച്ചല്ലോ, എന്തുകൊണ്ടാണ് ഒരു സിനിമയിൽ പോലും പാടാതിരുന്നത്? പുള്ളി പറഞ്ഞു, ജിസേ, സത്യം പറയട്ടെ, എനിക്കറിയില്ലായിരുന്നു ഞാൻ പാടുമെന്ന്. ഞാൻ പാടുമെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കോവിഡ് പീരീഡിലാണ്, കോവിഡിന്റെ സമയത്താണ്. വീട്ടിലിരുന്ന് വൈഫ് പാടുമ്പോൾ ചുമ്മാ പിയാനോ വായിക്കുമ്പോൾ കൂടെ ഞാൻ പതുക്കെ ഒന്ന് മൂളി വെക്കി. കുട്ടികൾ പറഞ്ഞു, വൈഫും പറഞ്ഞു, കൂട്ടുകാരും പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. അങ്ങനെ കേരളത്തിലൊരു പടത്തിന്റെ പ്രൊമോഷൻ ഈ അടുത്ത കാലത്ത് വന്നപ്പോഴാണ് വേദിയിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ പാടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 50-56 വർഷം ഈ ലോകത്ത് ജീവിച്ചിട്ട് അറിഞ്ഞിട്ടില്ല നമ്മളൊരു പാട്ടുകാരനാണെന്നുള്ള കാര്യം, അല്ലേ? സച്ചിൻ തെണ്ടുൽക്കറേക്കാൾ മനോഹരമായ